വാണിദേവി ഇവിടെ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയിരുന്ന ഏറ്റവും വാത്സല്യത്തോടു കൂടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ അഫാനെ വളർത്തിയ അമ്മൂമ്മ, അവർക്ക് 95 വയസ്സുണ്ട്, അത്രയും പ്രായമുള്ള സ്ത്രീയെ ഇങ്ങനെ മാരകമായി കൊല്ലണമെങ്കിൽ, 14 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം അനിയനെ ഇത്രയും ക്രൂരമായി കൊല്ലണമെങ്കിൽ, സ്വന്തം പ്രണയിനിയെ ഇങ്ങനെ കൊല്ലണമെങ്കിൽ, സ്വന്തം അമ്മയെ ഇതുപോലെ ആക്രമിക്കണമെങ്കിൽ അതൊരു സാധാരണ മനുഷ്യന് പറ്റില്ല, സാധാരണ മാനസികാവസ്ഥയുള്ള ആൾക്കും പറ്റില്ല, പക തോന്നിയാൽ പോലും പറ്റില്ല. ഇത്രയും നികൃഷ്ടമായിട്ടുള്ളൊരു കൊലപാതകം സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് ചെയ്യാനേ പറ്റുകയില്ല. അപ്പോൾ ഇത് നമുക്ക് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം എന്നുള്ള നിലയിലല്ലേ കാണാൻ കഴിയും. അതൊരു പക്ഷേ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് ആവാം, അതോ അതിതീവ്രമായ എന്തെങ്കിലും മാനസിക പ്രശ്നമോ? അല്ല, ഇത് വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വളർന്നു വരുന്ന ഒരു പ്രവണതയായിട്ട് വേണം നമുക്കിത് കാണാനായിട്ട്. മോഹൻറോയ് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂജൻ വൈബ് എന്ന് പറയുന്ന പോലെ 5 വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടികളുടെ മുന്നിലേക്ക് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുക്കുന്ന പല സാധനങ്ങളും വയലൻസ് നിറഞ്ഞതാണ്. ഈ പറയുന്ന സിനിമകളായിക്കോട്ടെ, കുട്ടികൾ കാണുന്ന ഗെയിംസ് ആയിക്കോട്ടെ, കളിക്കുന്ന ഗെയിംസ് ആയിക്കോട്ടെ, ഈ ഡിജിറ്റൽ മീഡിയയിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്ത് കളിക്കുന്ന ഗെയിംസ് ആയിക്കോട്ടെ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതുപോലെ മാധ്യമങ്ങളിലൂടെ കാണുന്നതും ഇതിനെ തന്നെ ചിത്രീകരിച്ച് പിന്നീട് ഇങ്ങനെയാണ് ആ ക്രൈം നടന്നത് എന്നുള്ള നിലയിലുള്ള ക്രൈം സീരീസുകൾ ഇപ്പോൾ പല മാധ്യമങ്ങളിലും സീരിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്രൈം നടത്തിയത് എന്നുള്ളത്, എന്തായിരുന്നു ഇതിൻ്റെ മോട്ടീവ്. ഇതൊരു ക്രൈം ത്രില്ലർ പോലെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും ഇതുപോലെ ഒരു ചെറിയ വൾണറബിലിറ്റി എങ്കിലും ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമുക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണല്ലോ എന്നുള്ള നിലയിലാണ് പലപ്പോഴും ചർച്ചകൾ ചെന്ന് അവസാനിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സിനിമകൾ അവസാനിക്കുന്നത് പോലെയാണ്. ഈ ക്രിമിനലിനെ എങ്ങനെ കണ്ടെത്തി, അവിടെ വരെയേ ഉള്ളൂ. ആ ഒരു ക്രൈം സീരീസിൻ്റെ എൻഡ് അവിടാണ്. ഈ ക്രൈം ചെയ്ത വ്യക്തിക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നു, നിയമത്തിൻ്റെ വഴിയിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ സാമൂഹിക ജീവിതം പിന്നെ എങ്ങനെ അഫക്റ്റഡ് ആവുന്നു, ഇതൊന്നുമില്ല. അപ്പോൾ ക്രൈം ചെയ്യുക, നമ്മൾ പല പ്രതികൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ട കാര്യമാണ്. 38 വയസ്സാകുമ്പോൾ ഞാൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, പിന്നെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോളാം എന്ന്. അത്രയും ലാഘവത്തോടു കൂടിയാണ് ഒരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് പോലും മനുഷ്യർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ആ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ സംഭവങ്ങളെയായിരുന്നു. പക്ഷെ ഇന്ന് ആൾക്കാർ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്ന ഏതൊരു ചെറിയ നോയും സ്ട്രെസ്സാണ്. അരമണിക്കൂർ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പം ആ സാധനം എടുത്ത് തരാം എന്ന് പറയുന്നതും സ്ട്രെസ്സാണ്. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ 5 മിനിറ്റിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സ്ട്രെസ്സാണ്. ഇതിനെ പോലും അതിജീവിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനോ കഴിയുന്ന തരത്തിലുള്ള ലൈഫ് സ്കിൽസ് നമ്മുടെ കുട്ടികൾക്കും ഇന്നത്തെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഫ്രസ്ട്രേഷൻ കൂടാനുള്ള കാരണമാണ്. ഈ ഫ്രസ്ട്രേഷൻ കൂടി കഴിയുമ്പോൾ അവനവൻ്റെ ഇമോഷണാലിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയുന്നില്ല. അവിടെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള അഗ്രഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നു. അവിടെ യുക്തിപരമായ ചിന്ത നടക്കുന്നില്ല. ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത്. അത് സിമ്പിളാണ്. അഗ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബുദ്ധിയും നമ്മൾ ഉപയോഗിക്കേണ്ട സാധനമല്ല, ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എന്നെ സേഫ് ആക്കുക. ഈ സേഫ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മനുഷ്യനാണ് സേഫ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന് ഒരുപാട് തലങ്ങൾ കാണുന്നത്. പക്ഷെ ആക്ച്വൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു പ്രോബ്ലം, ഇതിൻ്റെ സൊല്യൂഷൻ, ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ അത് വേറൊരു ഭീകരമായ തലവേദനയോ പ്രോബ്ലമോ എൻ്റെ തലയിലേക്ക് വെച്ച് തരുന്നുണ്ടോ എന്നുള്ള യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ചിന്താശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് പരിഹാരമെല്ലാം വയലൻസാണ് എന്നുള്ള നിലയിലേക്ക് മനുഷ്യർ ചിന്തിച്ചു തുടങ്ങുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി മാറിയാൽ ഭാഗ്യം. പക്ഷേ ഇനിയും ഇതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് കോടതി വീണ്ടും ഇരുന്ന് ഇതുപോലും അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്കാണ് സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ആശങ്കാജനകമായ കാര്യം.